നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ മൂന്നാം ഭാഗമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1, 2, 3 PYQs നമുക്ക് നോക്കിയിട്ട് ക്ലാസ് തുടങ്ങാം. ഭരണഘടനയുടെ 243 അനുച്ഛേദത്തിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1956 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആന്റണി ഡൊമിനിക് ആണ്. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ചെയ്ത്. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. വീണ്ടും ക്വസ്റ്റ്യൻസ്, ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷനാണ്. ഇത്രയും മാത്രമല്ല, ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ PSCയുടെ ഫേവറേറ്റ് ടോപ്പിക്സിൽ ഒരെണ്ണമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. കുറച്ചധികം കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരു ഷുവർ ടോപ്പിക്കാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യമായി രാഷ്ട്രീയ പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി പഠിക്കണം. പക്ഷേ നമ്മുടെ ഈ സാധാരണ രാഷ്ട്രീയം പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഐഡിയോളജി കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് എക്സാം പേഴ്സ്പെക്റ്റീവിൽ എക്സാമിന് കവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ, അൺരജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. അത് കഴിഞ്ഞ് റിക്കഗ്നീഷനെ പറ്റി പറയാം. ഇപ്പോൾ നമുക്കറിയാം ദേശീയ പാർട്ടികളുമുണ്ട്, സംസ്ഥാന പാർട്ടികളുമുണ്ട്, സ്റ്റേറ്റ് പാർട്ടീസ്, സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസുമുണ്ട്, നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസും ഉണ്ട്. അപ്പോൾ ആരാണ് ഈ പാർട്ടികൾക്ക്, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേശീയ പാർട്ടി എന്നും അതേപോലെ തന്നെ സംസ്ഥാന പാർട്ടി എന്നൊക്കെയുള്ള ഒരു റെക്കഗ്നീഷൻ നൽകുന്നത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഈ പാർട്ടികൾക്ക് ഈ ഒരു റെക്കഗ്നീഷൻ നൽകുന്നത്. ഇപ്പം രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ടീസിൽ നിന്നാണ് നാഷണൽ പാർട്ടിയായിട്ടും സ്റ്റേറ്റ് പാർട്ടിയായിട്ടും ഉള്ള റെക്കഗ്നീഷൻ നൽകുന്നത്. ഇതിൻ്റെ എന്തിൻ്റെ ബേസിസിലാണെന്ന് ചോദിച്ചാൽ പോളിൻ്റെ പെർഫോമൻസ് ആണ്. അതായത് ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന പാർട്ടികളെയും ദേശീയ പാർട്ടികളെയും തമ്മിൽ തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇലക്ഷൻ്റെ ബേസിസിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ്റെ ബേസിസിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തും കുറേ കണ്ടീഷൻസ് കാണുമല്ലോ. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ നാഷണൽ പാർട്ടീസിനും സ്റ്റേറ്റ് പാർട്ടീസിനൊക്കെ ധാരാളം പ്രിഫറൻസുകളുണ്ട്. അപ്പോൾ അതെന്തൊക്കെ പ്രിഫറൻസ് ആണെന്നും നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനു മുന്നേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ റിക്കഗ്നീഷൻ്റെ കാര്യം. ഇത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ടികളുടെ കേസാണ് ഇത്. അപ്പോൾ ബാക്കിയുള്ള പാർട്ടികളാണെങ്കിൽ അൺരജിസ്റ്റേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അങ്ങനെ ഒരു രീതി നമ്മുടെ ഇന്ത്യയിൽ നിലവിലില്ല. പക്ഷേ അൺറെക്കഗ്നൈസ്ഡ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒന്നെങ്കിൽ ഏതൊരു പാർട്ടി ആണെങ്കിലും അതിനെ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കേസ് ആണെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ട് അൺറിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ട്. അപ്പോൾ അത് വലിയ ചെറിയ കുഞ്ഞു പാർട്ടീസുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ അവരും ഇതേപോലെ തന്നെ പോളിൻ്റെ പെർഫോമൻസിൻ്റെ കുറവ് കാരണമാണ് അവരെ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഈ നാഷണൽ പാർട്ടീസിൻ്റെയും സ്റ്റേറ്റ് പാർട്ടീസിൻ്റെയും എന്തൊക്കെയാണ് പ്രിവിലേജസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ഈ ദേശീയ പാർട്ടിക്ക് ഈ രാജ്യം മുഴുവൻ ഒരേ സിമ്പലിൽ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സ്റ്റേറ്റ് പാർട്ടീസിൻ്റെ അതിൻ്റെ ഒരു കേസ് എടുക്കുകയാണ് എങ്കിൽ സ്റ്റേറ്റിനകത്ത് അവരുടെ സിമ്പലിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്താനും സാധിക്കുന്നതാണ്. പക്ഷേ ഈ അൺറിക്കഗ്നൈസ്ഡ് പാർട്ടീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ബാക്കി വരുന്ന സിമ്പിൾസ്, അതായത് ഈ റിക്കഗ്നൈസ്ഡ് പാർട്ടീസായ നാഷണൽ പാർട്ടീസും സ്റ്റേറ്റ് പാർട്ടീസും ഉപയോഗിക്കാതെ ബാക്കി വരുന്ന സിമ്പിളുകളുണ്ടല്ലോ, ആ ബാക്കി വരുന്ന ഫ്രീ സിമ്പിൾസ് മാത്രമേ നമ്മുടെ അൺറിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ടികൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Recognition granted to the parties determines the right to certain privileges like allocation of party symbols, provision for time for political. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്റ്റേറ്റ് ഓൺഡ് ടെലിവിഷനിലും അതേപോലെ തന്നെ റേഡിയോയിലും പൊളിറ്റിക്കൽ ബ്രോഡ്കാസ്റ്റിന് സമയം അനുവദിക്കും റിക്കഗ്നൈസ്ഡ് പാർട്ടീസിനും. അതേപോലെ തന്നെ ഇവർക്ക് ഇലക്ടറൽ റൂൾസ്, അതായത് വേറൊന്നുമല്ല, നമ്മുടെ
വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്കറിയാം, നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് ഈ വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ടല്ലേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വരുന്നത്. അവർക്ക് ആരാ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് നൽകുന്നത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് നൽകുന്നത്. അത് റെക്കഗ്നൈസ്ഡ് പാർട്ടീസിന് മാത്രമേ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നൽകാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പ്രിവിലേജസ് ആണ്. നാഷണൽ പാർട്ടീസിൻ്റെയും സ്റ്റേറ്റ് പാർട്ടീസിൻ്റെയും പ്രിവിലേജസ് ആണ്. ഒന്ന്, ഈ പറയുന്ന സ്റ്റേറ്റ് ഓൺഡ് ടെലിവിഷനിലും റേഡിയോയിലും പൊളിറ്റിക്കൽ ബ്രോഡ്കാസ്റ്റിന് സമയം അനുവദിക്കും, അതിനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ പാർട്ടി സിംബൽസ് ഇവർക്കാണ് പ്രയോറിറ്റി വരുന്നത്. പിന്നെ അതേപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ ഇലക്ടറൽ റോളിന് ആക്സസും ഉണ്ട്. ഇനിയുമുണ്ട് ധാരാളം പ്രിവിലേജസ്. ഇനി സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് പ്രചരണ സമയത്തുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, recognized parties need only one proposer for filing the nomination. Also, these parties are allowed to have 40 star campaigners, and the registered unrecognized parties are allowed to have 20 star campaigners. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഈ റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ടികൾക്ക് 40 സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ വരെ അവർക്ക് ക്യാമ്പയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ടികളാണെങ്കിൽ അവർക്ക് 20 സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ മാത്രമേ പ്രചരണത്തിന് അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇവൻ്റെ എക്സ്പെൻസുമായിട്ട് ഒരു കാര്യമുണ്ട്. അപ്പം അതിന് മുന്നേ ഒരു കാര്യം കൂടെ, ഈ റെക്കഗ്നൈസ്ഡ് പാർട്ടികൾക്ക് നോമിനേഷൻ നമ്മുടെ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ഒരൊറ്റ പ്രപ്പോസറിൻ്റെ ആവശ്യമേ ഉള്ളൂ. Further, the recognized parties need only one proposer for filing the nomination. ഇനി അടുത്ത ഈ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട കാര്യം പറയുവാണെങ്കിൽ, ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ എക്സ്പെൻസ് എലക്ഷൻ എക്സ്പെൻസിൻ്റെ കൂടെ കൂട്ടേണ്ട കാര്യമില്ല. Travel expenses of these star campaigners are not included in the election expenditure of the candidates of their parties. അപ്പോൾ അതാണ് ഈ റെക്കഗ്നൈസ്ഡ് പാർട്ടീസിൻ്റെ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് ധാരാളം ഫണ്ട് ചെലവഴിക്കാൻ സാധിക്കുമെങ്കിലും എല്ലാം ഇലക്ഷൻ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കേണ്ട കാര്യം വരുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രാവൽ എക്സ്പെൻസുകളും മറ്റ് കുറച്ച് എക്സ്പെൻസുകളും ഒക്കെ ഇതേപോലെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി national parties are allotted a symbol exclusively reserved for its use throughout the country. ഈ ഒരു നാഷണൽ പാർട്ടിയുടെ സിമ്പൽ, ഇപ്പം നമ്മുടെ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി എന്ന് പറയുന്ന ചിഹ്നത്തിൽ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കുമോ? അല്ല എങ്കിൽ നമ്മുടെ താമര ചിഹ്നത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് താമര എന്ന് പറയുന്ന ചിഹ്നത്തിൽ ഇലക്ഷന് നിൽക്കാൻ സാധിക്കുമോ? ഇല്ല. അതാണ് ഈ ഒരു നാഷണൽ പാർട്ടിയുടെ ഒരു പ്രിവിലേജ് എന്ന് പറയുന്ന. ആ ഒരു പാർട്ടിയുടെ സിമ്പൽ ആ പാർട്ടി കാൻഡിഡേറ്റിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ രാജ്യം മുഴുവൻ നാഷണൽ പാർട്ടിയാണ് എങ്കിൽ. സ്റ്റേറ്റ് പാർട്ടി ആണെങ്കിൽ ആ സ്റ്റേറ്റിനകം മുഴുവൻ. Similarly, every state party is allotted a symbol exclusively reserved for its use in the state or states in which it is so recognized. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ ആ ഒരു പാർട്ടിയെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് ആ സംസ്ഥാനങ്ങളിൽ ആ പാർട്ടിയുടെ സിമ്പൽ ഉപയോഗിച്ച് സ്ഥാനാർത്ഥികളെ നിൽക്കാൻ സാധിക്കുന്നതാണ്. Registered unrecognized party on the other hand can select a symbol from a list of free symbols. അതായത് നമ്മുടെ ഈ ദേശീയ പാർട്ടികളും സംസ്ഥാന പാർട്ടികളും എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഫ്രീ സിംബൽസ് ഉണ്ട്. ഈ ഫ്രീ സിംബൽസിൽ നിന്ന് മാത്രമേ മറ്റ് പാർട്ടികൾ, അതായത് അൺറിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ടികൾക്കും സ്വതന്ത്രർക്കുമെല്ലാം ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാഷണൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടിയുടെ പ്രിവിലേജസ് ഒക്കെയാണ് നമ്മൾ ഇനി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അടുത്തത് എന്തടിസ്ഥാനത്തിലാണ് പാർട്ടികളെ, രാഷ്ട്രീയ പാർട്ടികളെ നാഷണൽ പാർട്ടിയായിട്ടും സ്റ്റേറ്റ് പാർട്ടിയായിട്ടും തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ധാരാളം പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഈ ഒരു കണ്ടീഷൻസ്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. എല്ലാം കഴിയുമ്പോൾ നമ്മളിപ്പോൾ നാഷണൽ പാർട്ടിയും പറയും, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് പാർട്ടിയുടെ കണ്ടീഷൻസും ഒക്കെ പറയും. ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് അവിയൽ പരിമാവുന്ന ഒരു കാര്യം തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. കുറച്ച് കണ്ടീഷൻസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള, പക്ഷെ ഒന്ന് ലിങ്ക് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ സെറ്റാണ്. അപ്പം നമുക്ക് നോക്കാം, ഓരോ കണ്ടീഷൻസ് ആയിട്ട് നോക്കാം. ആദ്യം നാഷണൽ പാർട്ടിയായി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ട കണ്ടീഷൻസ് ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷനാണ്, ഒന്നല്ല പല കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കണ്ടീഷനാണ് ഒരു ലോക്സഭ അല്ല എങ്കിൽ ഒരു നിയമസഭ ഇലക്ഷന്, ഒരു ലോക്സഭ അല്ലെങ്കിൽ ഒരു നിയമസഭയുടെ ജനറൽ ഇലക്ഷന്, ബൈ ഇലക്ഷൻ അല്ല ജനറൽ ഇലക്ഷന് മൊത്തം വാലിഡ് വോട്ട്സിൻ്റെ, മുഴുവനായിട്ടുള്ള വാലിഡ് വോട്ട്സിൻ്റെ 6% വോട്ടെങ്കിലും നേടിയിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം,
ലോക്സഭയുടെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ ജനറൽ ഇലക്ഷനിൽ മുഴുവൻ വാലിഡ് വോട്ട്സിന്റെ 6% വോട്ടെങ്കിലും നേടിയിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യം വരുന്നത് 4 അതിൽ കൂടുതലോ സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷന് മുഴുവൻ വാലിഡ് വോട്ടിന്റെ 6% വോട്ടെങ്കിലും ലഭിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ 4 ലോക്സഭാ സീറ്റെങ്കിലും ഒരു സംസ്ഥാനത്തിൽ നിന്നോ ഒന്നിലേറെ സംസ്ഥാനത്തിൽ നിന്നോ 4 ലോക്സഭാ സീറ്റെങ്കിലും ലഭിച്ചിരിക്കണം. ഒരു സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ നിന്നോ. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേരുന്നതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ നമുക്ക് നോക്കാം. കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭാ ജനറൽ ഇലക്ഷനിൽ 2% സീറ്റെങ്കിലും ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞത് 6% എന്ന് പറയുന്നത് ടോട്ടൽ വോട്ടേഴ്സിൻ്റെയാണ് അല്ലെങ്കിൽ ടോട്ടൽ വാലിഡ് വോട്ട്സിൻ്റെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് സീറ്റുകളുടെ എണ്ണമാണ്. അതായത് മുഴുവൻ ലോക്സഭാ സീറ്റുകളിൽ 2% സീറ്റെങ്കിലും, അല്ലാണ്ട് വാലിഡ് വോട്ട്സ് അല്ല, സീറ്റ് 2% ഓഫ് സീറ്റ്സ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 11 സീറ്റ് വരും. നമ്മുടെ മുഴുവൻ ലോക്സഭാ സീറ്റിന്റെ 2% എന്ന് പറയുന്നത് 11 സീറ്റാണ്. പക്ഷെ 11 സീറ്റൊന്നും അങ്ങനെ നമുക്ക് വരാറില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് സെന്റൻസ് വരുന്നത്. ഇതേപോലെ എക്സാമിന് ചോദിക്കത്തുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ നമ്പേഴ്സ് ഒക്കെ ഓർത്തോളെ. എത്ര സ്റ്റേറ്റ്സിൽ നിന്നാണ്, ലോക്സഭാ ഇലക്ഷൻ ആണോ അതോ സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ ആണോ, അതേപോലെ പെർസെൻറ്റേജ്, അത് വാലിഡ് വോട്ട്സിൻ്റെ ആണോ സീറ്റിൻ്റെ ആണോ, ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കാനുള്ളത്. ഇനി അടുത്ത കണ്ടീഷനാണ് 4 സംസ്ഥാനങ്ങളിലെങ്കിലും സ്റ്റേറ്റ് പാർട്ടിയായിട്ട് റിക്കഗ്നൈസ് ചെയ്തിരുന്നാൽ, 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടിയായിട്ട് റിക്കഗ്നൈസ് ചെയ്ത ഒരു പാർട്ടിയെ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം നാഷണൽ പാർട്ടിയായി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഇനി അടുത്തത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് റിക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷൻസ് ആണ് ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കണ്ടീഷൻസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഓരോ കണ്ടീഷൻസും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കണ്ടീഷൻസ് ഫോർ റെക്കഗ്നീഷൻ ആസ് എ സ്റ്റേറ്റ് പാർട്ടി. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു നിയമസഭയിലേക്കുള്ള ജനറൽ ഇലക്ഷൻ്റെ വാലിഡ് വോട്ട്സിൻ്റെ 6% ഇതേപോലുള്ള കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നേരത്തെ നാഷണൽ പാർട്ടിയുടെ കേസിലും ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ പോലെയുള്ള സിമിലർ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഒരു നിയമസഭാ ഇലക്ഷൻ്റെ വാലിഡ് വോട്ട്സിൻ്റെ 6% വോട്ടും അതിനോടൊപ്പം തന്നെ നിയമസഭയിലേക്ക് 2 സീറ്റും ജയിച്ചിരിക്കണം. ഒന്നുകൂടെ പറയാം, നിയമസഭയിലേക്കുള്ള ജനറൽ ഇലക്ഷനിൽ വാലിഡ് വോട്ട്സിൻ്റെ 6% വോട്ടും അതിനോടൊപ്പം തന്നെ ഈ നിയമസഭയിലേക്കുള്ള 2 സീറ്റും ജയിച്ചിരിക്കണം. എങ്കിൽ ഒരു പാർട്ടിയെ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് റിക്കഗ്നൈസ് ചെയ്യാം. അടുത്ത കണ്ടീഷൻ, അപ്പോൾ ഇതിന് പകരം ഇപ്പം ഞാൻ പറഞ്ഞു നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി അതിന് പകരം ലോക്സഭയിലേക്കുള്ള ജനറൽ ഇലക്ഷൻ ആണെന്ന് വിചാരിക്കുക. ലോക്സഭയിലേക്കുള്ള ജനറൽ ഇലക്ഷൻ ആണ് എങ്കിൽ ഇതേ സംസ്ഥാനത്തിനകത്ത് തന്നെ വാലിഡ് വോട്ട്സിൻ്റെ 6%, അതിനോടൊപ്പം ആ സംസ്ഥാനത്തിനകത്ത് ഒരു ലോക്സഭാ സീറ്റെങ്കിലും ജയിച്ചിരിക്കണം. തൊട്ടു മുന്നേ പറഞ്ഞത് 2 നിയമസഭാ സീറ്റെങ്കിലും ജയിച്ചിരിക്കണം. ഇവിടെ ലോക്സഭയുടെ കാര്യം പറയുമ്പോഴത്തേക്ക്, അതായത് ലോക്സഭാ ഇലക്ഷന്റെ കാര്യം പറയുന്ന സമയത്ത് എത്ര സീറ്റ്, സ്റ്റേറ്റിനകത്തുള്ള ഒരു ലോക്സഭാ സീറ്റിലെങ്കിലും ജയിച്ചിരിക്കണം. ഇനി അടുത്ത കണ്ടീഷൻ, ഒരു നിയമസഭാ ഇലക്ഷൻ ആണ് എങ്കിൽ ആ നിയമസഭയുടെ മുഴുവൻ സീറ്റിൻ്റെ 3% എങ്കിലും, 3% ഓഫ് വാലിഡ് വോട്ട്സ് അല്ല, 3% ഓഫ് സീറ്റ്സ്, 3% സീറ്റെങ്കിലും, അതിനോടൊപ്പം തന്നെ ഓർ 3 സീറ്റ്സ് ഇൻ ദ അസംബ്ലി, ഏതാണോ കൂടുതൽ അത്രയും ആ ഒരു കാര്യം നേടിയിരിക്കണം. അതായത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള ജനറൽ ഇലക്ഷന് മൊത്തം സീറ്റുകളുടെ 3%, വാലിഡ് വോട്ട് അല്ല, മൊത്തം സീറ്റുകളുടെ 3% ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ
അസംബ്ലിയിൽ 3 സീറ്റെങ്കിലും ജയിച്ചിരിക്കണം. ഇതിൽ ഏതാണോ കൂടുതൽ അത് കണ്ടീഷനായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അടുത്തത്, ഇഫ് ഇറ്റ് വിൻസ് 1 seat in the Lok Sabha for every 25 seats or any fraction thereof allotted to the state at a general election to the Lok Sabha from the state concerned. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്കറിയാം സംസ്ഥാനങ്ങളുടെ അകത്തും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്, ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്, പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ പാർലമെന്റ് മണ്ഡലങ്ങളിൽ 25 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 1 സീറ്റെങ്കിലും ജയിച്ചാലും സംസ്ഥാന പാർട്ടിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രാക്ഷൻ ആണ്, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ അകത്തുള്ള 1/25 ലോക്സഭാ സീറ്റുകൾ ലഭിച്ചാൽ ഈ ഒരു പാർട്ടിയെ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഈ ഫ്രാക്ഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. സ്റ്റേറ്റിനകത്തുള്ളതാണ്, മുഴുവനല്ല. ആ ഒരു സ്റ്റേറ്റിനകത്ത് 1/25 ഓഫ് സീറ്റ് നേടിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ ആണ് പറയുന്നത്. ഇപ്പം എല്ലാ സംസ്ഥാനങ്ങൾക്കും 25 സീറ്റും കാര്യങ്ങളൊന്നും വരണമെന്നില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ 20 സീറ്റാണ് വരുന്നത്, 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇനി ഇഫ് ഇറ്റ് സെക്യൂർസ് 8% ഓഫ് ടോട്ടൽ വാലിഡ് വോട്ട്സ്, ഇതും കുറച്ച് വ്യത്യാസമുള്ളൊരു പോയിന്റാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകളിലൊക്കെ ഇത്ര സീറ്റും കൂടെ ജയിച്ചിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 സീറ്റ് പോലും ലഭിച്ചില്ല, പക്ഷേ എല്ലാ സ്ഥലങ്ങൾക്കും ഭയങ്കരേറെ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ വരുന്ന ഒരു കണ്ടീഷനാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ലോക്സഭയിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലേക്കോ ഉള്ള ജനറൽ ഇലക്ഷനിൽ മുഴുവൻ വാലിഡ് വോട്ടിൻ്റെ 8% നേടിയിരിക്കണം. നിയമസഭയിലേക്കോ അല്ലെങ്കിൽ ലോക്സഭയിലേക്കോ ഉള്ള ജനറൽ ഇലക്ഷനിലെ മുഴുവൻ വാലിഡ് വോട്ട്സിൻ്റെ 8%, സീറ്റല്ല വാലിഡ് വോട്ട്സിൻ്റെ 8%. അപ്പം ഇത്രയും കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണ് എങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ആര്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പം ആദ്യത്തെ ഇലക്ഷൻ നമുക്കറിയാം 1952 ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 14 ദേശീയ പാർട്ടികളും 39 സംസ്ഥാന പാർട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. 1952 14 നാഷണൽ പാർട്ടീസും 39 സംസ്ഥാന പാർട്ടീസുമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്ന് ഇത് എത്രയാണ് എന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നിലവിൽ എത്ര ദേശീയ പാർട്ടികളും എത്ര സംസ്ഥാന പാർട്ടികളുമുണ്ട്, അതേപോലെ തന്നെ അടുത്തിടെ എത്രത്തോളം നാഷണൽ പാർട്ടീസിന് സ്റ്റാറ്റസ് പോയി, ഏതൊക്കെ പാർട്ടീസിന് പുതുതായി നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് ലഭിച്ചു, ഈ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഇതും ഈ പറയുന്ന ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസും ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, മെയിൻലി ഡിഗ്രി പ്രിലിംസിന്. നിലവിൽ 6 രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി സ്റ്റാറ്റസ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന പാർട്ടികളൊക്കെ തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, CPIM ആണ്, CPI അല്ല CPIM, ഭാരതീയ ജനതാ പാർട്ടി BJP, ബഹുജൻ സമാജ് പാർട്ടി BSP, ആം ആദ്മി പാർട്ടി AAP, ആപ്പ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി NPP, നാഷണൽ പീപ്പിൾസ് പാർട്ടി NPP. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിൽ ഈ പാർട്ടികളെ പറ്റി പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർട്ടീസിൻ്റെ കുറച്ച് ചരിത്രവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1885 1885 AO ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ INC സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവൻ്റ് ആയിരുന്നു ഈ ഒരു വ്യക്തി. ഇനി അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇപ്പോൾ CPIM ആണെങ്കിൽ 1964 വരുന്നത്. 1964 ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ CPI എന്ന് പറയുന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയൊക്കെ സ്പ്ലിറ്റ് ചെയ്തത് നമുക്കറിയാമല്ലോ. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചൈന, അതേപോലെ തന്നെ USSRനോട് ആഭിമുഖ്യമുള്ള രണ്ട് സ്പ്ലിറ്റ്, അങ്ങനെ ഒരു സ്പ്ലിറ്റ് വന്നു. അങ്ങനെയാണ് CPIM എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വരുന്നത്. 1964 നിലവിൽ വരുന്നത്. ഇനി അടുത്ത BJP, ഭാരതീയ ജനതാ പാർട്ടി. ഇതിൻ്റെ വേരുകൾ അതിന് മുന്നേ 1951 മുതലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എക്സാക്റ്റ് ഫൗണ്ടേഷൻ ഡേ എന്ന് പറയുന്നത് നമുക്ക് 1980 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ധാരാളം ഫൗണ്ടേഴ്സ് ഉണ്ട്. നമ്മുടെ LK അദ്വാനിയൊക്കെ ഇതിൻ്റെ ചീഫായിട്ടുള്ള ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്ന ഒരു ആളുടെ പേരും കാണാൻ സാധിക്കും. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജിയിൽ നിന്നൊക്കെയാണ് വരുന്നത്. പക്ഷെ അത് 1951 അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് വരുന്നത് ചില സ്ഥലങ്ങളിൽ. അതുകൊണ്ട് തന്നെ ശ്യാമപ്രസാദ് മുഖർജിയും BJPയുടെ ഫൗണ്ടറായിട്ട് കാണും. പക്ഷേ നിലവിലുള്ള BJPയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്
കുറേ പേരടങ്ങുന്ന LK അദ്വാനി ഉൾപ്പെടെയുള്ള കുറേ പേരടങ്ങുന്ന ഇതാണ്. ഇനി അടുത്ത ബഹുജൻ സമാജ് പാർട്ടി BSP. നമുക്കറിയാം മായാവതിയുടെ പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി 1984 BSP നിലവിൽ വരുന്നത്. നമ്മുടെ മായാവതിയുടെയൊക്കെ പാർട്ടിയാണ് BSP. ഇനി ആം ആദ്മി പാർട്ടി നമുക്കറിയാവുന്ന ഒരു പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി നമ്മുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ 2012 ഈ ഒരു പാർട്ടി നിലവിൽ വരുന്നത്. അണ്ണാ ഹസാരയുടെ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് വരുന്നു. അപ്പോൾ ആ മൂവ്മെന്റിന് ശേഷമായിട്ടൊക്കെയാണ് ഈ ഒരു പാർട്ടി, ആ ഒരു മൂവ്മെന്റിന്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് അത്. ഒരു നാഷണൽ പാർട്ടിയൊക്കെ ആയി, ഒരു പാർട്ടിയായി മാറി, നാഷണൽ പാർട്ടിയല്ല ഒരു പാർട്ടിയായി മാറിയതാണ്. പിന്നീടാണ് നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് ഒക്കെ ലഭിക്കുന്നത്. 2012 നിലവിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്. അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ അരവിന്ദ് കെജ്രിവാൾ. പിന്നെ പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, പ്രശാന്ത് ഭൂഷൺ ഒത്തിരി വാർത്താ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസും അടുത്തിടെ ചോദിച്ചു വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രശാന്ത് ഭൂഷൺ, പിന്നെ അതേപോലെ തന്നെ ആനന്ദ് കുമാർ, ഈ മൂന്ന് പേരും കൂടെ ചേർന്നാണ് നമ്മുടെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുന്നത്. ആനന്ദ് കുമാർ. പിന്നെ അതേപോലെ തന്നെ ഈ പാർട്ടികളുടെയൊക്കെ സിംബൽസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നാഷണൽ പീപ്പിൾസ് പാർട്ടി, അത് 2013 നാഷണൽ പീപ്പിൾസ് പാർട്ടി വരുന്നത്. 2013 PA സാങ്മയാണ് ഇതിൻ്റെ ഫൗണ്ടർ. PA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിൽ. PA സാഗ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടർ ആയിട്ട് വരുന്നത്. പാർട്ടികളുടെയൊക്കെ സിമ്പലും കുറേയൊക്കെ സിമ്പൽ നമുക്ക് അറിയാവുന്നതാണ്. INCയുടെ ആണെങ്കിൽ കൈപ്പത്തിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIM ആണെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് സിമ്പൽ. BJP നമുക്കറിയാം താമര. BSPയുടെ ആനയാണ് സിമ്പൽ. അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ നമുക്കറിയാം ചൂലാണ് സിമ്പൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോളുക. ഡേറ്റ്സ്, അതേപോലെ തന്നെ ഫൗണ്ടേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ഓർത്ത് വെച്ചോളുക. പിന്നെ അതേപോലെ തന്നെ BSPയുടെ നിലവിൽ മായാവതിയാണ് അത് ഹെഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന കൺഷീറാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വലുതായിട്ട് അത് ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഈ നാഷണൽ പാർട്ടീസിൻ്റെയെങ്കിലും ഫൗണ്ടിങ് ഇയേഴ്സ് ഒക്കെ കാണാതെ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് ഏതൊക്കെ പാർട്ടികൾക്കാണ് നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ പാർട്ടീസിനാണ് നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടത്? CPIക്ക് നഷ്ടപ്പെട്ടു, തൃണമൂൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു, NCPക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ നിലവിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും മാത്രമേ അവർക്ക് നിലവിൽ ഇച്ചിരിയെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൂ. ഇച്ചിരിയെങ്കിലും അല്ല, കേരളത്തിലെ ആവശ്യത്തിന് സ്ട്രോങ് ആണ്. വെസ്റ്റ് ബംഗാളിലും വലിയ രീതിയിലില്ല, എന്നാലും ഉണ്ട്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇപ്പോൾ വലുതായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ട്രോങ് അല്ല. പിന്നെ അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും NCP. തൃണമൂൽ കോൺഗ്രസ് നമുക്കറിയാം നമ്മുടെ മമതാ ബാനർജി, നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള മമതാ ബാനർജിയുടെ പാർട്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ NCP എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ള പാർട്ടിയാണ്. നമ്മുടെ ശരത് പവാറിന്റെ പാർട്ടി, മഹാരാഷ്ട്ര ബേസ് ചെയ്തുള്ള ശരത് പവാറിന്റെ പാർട്ടിയാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് പാർട്ടികളും വാർത്താ പ്രാതിനിധ്യം ഭയങ്കരയേറെ രണ്ട് പാർട്ടീസാണ്. നമുക്ക് സ്ഥിരമായി വാർത്തകളിൽ നമ്മൾ കേൾക്കുന്ന രണ്ട് പാർട്ടീസാണ്. അപ്പം മമതാ ബാനർജിയുടെ കേസാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ കേസാണെങ്കിൽ പലതരത്തിൽ അതിനെപ്പറ്റിയുള്ള വാർത്തകൾ വരാറുണ്ട്. ശരത് പവാറിന്റെ ആണെങ്കിൽ ശരത് പവാർ, അജിത് പവാർ, അവരുടെയൊക്കെ രാഷ്ട്രീയ തർക്കങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കാരണം NCPയും വളരെയേറെ വാർത്താ പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ്. പിന്നെ ഈ രണ്ട് പാർട്ടികളുടെയും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും 1998 സ്ഥാപിതമാകുന്നത്. ഒരുമിച്ച് പഠിച്ചു വെച്ചോ. തൃണമൂൽ കോൺഗ്രസും NCPയും സ്ഥാപിതമാകുന്നത് 1998 തൃണമൂൽ കോൺഗ്രസിന്റെ ഹെഡ് ചെയ്യുന്നത് മമതാ ബാനർജി, NCPയുടെ ഫൗണ്ടർ ശരത് പവാർ ആണ്. ഇനി അവസാനമായി നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് ലഭിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഫൗണ്ടിങ് ഇയർ പറഞ്ഞു, 2012 ഫൗണ്ടിങ് ഇയർ. അതേപോലെ തന്നെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അരവിന്ദ് കെജ്രിവാളും പ്രശാന്ത് ഭൂഷണും ആനന്ദ് കുമാർ, ഈ മൂന്നുപേരും കൂടെ ചേർന്നാണ് ഈ ഒരു പാർട്ടി വന്നത്. ഈ ഒരു പാർട്ടിയുടെ സിമ്പൽ എന്ന് പറയുന്നത് ബ്രൂമാണ്. ഇനി പാർട്ടീസ് ദാറ്റ് ഹാവ് റീസെൻ്റ്ലി ലൂസ് സ്റ്റേറ്റ് സ്റ്റാറ്റസ്, ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമുക്കിതൊന്ന് പഠിച്ചു വെക്കണം. RLD, PMK, PDA, MPC. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് പേര് പറഞ്ഞു പോവാം. രാഷ്ട്രീയ ലോക്ദൾ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ഇനി അടുത്ത PMK, പട്ടാളി മക്കൾ കച്ചി തമിഴ് പേരാണ്. തമിഴ്നാട് ബേസ് ചെയ്തുള്ള, പുതുച്ചേരിയല്ല എഴുതിയിരിക്കുന്നത്, തമിഴ്നാട് ബേസ് ചെയ്തുള്ള ഒരു സ്റ്റേറ്റ് പാർട്ടിയായിരുന്നു. ഇനി അടുത്ത മണിപ്പൂർ ബേസ് ചെയ്തുള്ള ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ് PDA, പീപ്പിൾസ് ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന പാർട്ടി. പിന്നെ അടുത്തതാണ് MPC, മിസോറാം
പീപ്പിൾസ് കോൺഫറൻസ്. മിസോറാം പീപ്പിൾസ് കോൺഫറൻസ് എന്നാണ് അതിൻ്റെ ഒരു പേര്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസോറാം പീപ്പിൾസ് കോൺഫറൻസ്. ഇതിൻ്റെ ഫൗണ്ടിങ് ഇയേഴ്സ് ഒന്നും പഠിക്കണമെന്നില്ല, പക്ഷേ ഈ പേരുകളെങ്കിലും അറിഞ്ഞിരിക്കുക. PDAയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ്. പിന്നെ അതേപോലെ തന്നെ PMK പട്ടാളി മക്കൾ കച്ചി. പട്ടാളി ഒരു തമിഴ് പേരാണ്. പട്ടാളി മക്കൾ കച്ചി എന്നാണ്. തമിഴ്നാട് ബേസ് ചെയ്തുള്ള ഒരു പാർട്ടിയാണ്. രാംദാസിൻ്റെ ഒക്കെ ഒരു പാർട്ടിയാണ്. അപ്പോൾ അതൊന്നും വേണ്ട, ഈ പേരുകളെങ്കിലും ഓർത്ത് വെച്ചോളുക. ചില സമയത്ത് ഈ പറയുന്ന അതിൻ്റെ ഷോർട്ട് ഫോം ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ആയിരിക്കും തരണം. അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടും പറഞ്ഞു പോകുന്നത്. പാർട്ടീസ് ദാറ്റ് ഹാവ് റീസെൻ്റ്ലി ഗെയിൻ സ്റ്റേറ്റ് സ്റ്റാറ്റസ് കിട്ടിയ കുറച്ച് പാർട്ടികളെ പറ്റിയാണ്. ലോക് ജനശക്തി പാർട്ടി നാഗാലാൻഡ് ബേസ് ചെയ്തുള്ള ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ്. വോയിസ് ഓഫ് പീപ്പിൾസ് പാർട്ടി മേഘാലയ ബേസ് ചെയ്തുള്ള ഒരു പാർട്ടിയാണ്. പിന്നെ ത്രിപുര ബേസ് ചെയ്തുള്ള ഒരു പാർട്ടിയാണ് തിപ്രമോത്ത എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അവിടങ്ങളിലൊക്കെ ഭയങ്കര ഇച്ചിരി ശക്തമായിട്ടുള്ള പാർട്ടികളാണ് ഇതൊക്കെ. ഇനി അടുത്ത ഒരു ഭാഗമാണ് ബാലറ്റ് പേപ്പേഴ്സ് ആൻഡ് സിംബൽസ്. പണ്ട് കാലങ്ങളിൽ ഇന്നത്തെ പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്നും ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്ന ബാലറ്റ് പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ബോക്സസും ബാലറ്റ് പേപ്പേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു 1952 മുതൽ പല ഇലക്ഷൻസും അതിനുശേഷം വരുന്ന ഇലക്ഷൻസുകളെല്ലാം നടത്തിയിരുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ നോമിനേഷൻ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇലക്ഷൻ്റെ പ്രോസസ്സൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് തൊട്ട് ഇലക്ഷൻ്റെ വോട്ടിംഗ് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് വരെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ ഉള്ള പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഈ റിട്ടേണിംഗ് ഓഫീസറിനെയൊക്കെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസറാണ് നമ്മുടെ നോമിനേഷൻ സ്ക്രൂട്ടിനായി ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഒരു പ്രത്യേക അധികാരമാണ് നോമിനേഷൻ സ്ക്രൂട്ടിനി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കാൻഡിഡേറ്റ്സിൻ്റെ നോമിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട്, അതായത് എല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര പേരാണോ മത്സരിക്കുന്നത് അവരുടെ പേരിലുള്ള ബാലറ്റ് പേപ്പേഴ്സ് തയ്യാറാക്കും. അതായത് ആൾക്കാരുടെ പേരും അതേപോലെ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും അതിൻ്റെ സിംബലും അവരുടെ ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ പേരുമായിട്ടൊക്കെ ഉള്ള ബാലറ്റ് പേപ്പർ പ്രിന്റ് ചെയ്യും. ഇപ്പോൾ ബാലറ്റ് പേപ്പറിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ പേര് കാണും. അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ലാംഗ്വേജിലായിരിക്കും കേട്ടോ. അത് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ലാംഗ്വേജിലായിരിക്കും. അതേപോലെ സിംബൽസ് ഉണ്ടാവും. കാൻഡിഡേറ്റ്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് പാർട്ടീസ് ആണെങ്കിൽ അവരുടെ പാർട്ടി സിംബൽസും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചേർന്ന സാധനമാണ് നമ്മുടെ ഈ പറയുന്ന ബാലറ്റ് പേപ്പർ. നമുക്കറിയാം, നമ്മളൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ബാലറ്റ് പേപ്പർ പിന്നീട് വന്ന സമയത്ത് 1970 ആയ സമയത്ത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ധാരാളം ആൾക്കാർക്ക് ഈ പറയുന്ന ഇത്രത്തോളം ബാലറ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. അതേപോലെ തന്നെ ഇത്രയും ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തെ വോട്ട് കൗണ്ടിങ് എന്ന് പറയുന്നതും ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സായി. അപ്പോൾ അത് ഒരു സ്പീഡപ്പ് ആക്കുക, അതേപോലെ തന്നെ ഈ കള്ള വോട്ടും കാര്യങ്ങളൊക്കെ തടയുക, ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടെ ഈ ഒരു ബാലറ്റ് പേപ്പേഴ്സിന് പകരമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ കൊണ്ടുവരാം എന്നുള്ള ചർച്ച നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങി 1970-കളിൽ. അങ്ങനെ 1977 നമ്മുടെ ECIL ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ECIL ആണ് ആദ്യമായിട്ട് ഈ EVM എന്ന് പറയുന്ന ഒരു സംഭവം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ 1977 കൊണ്ടുവരുന്നത്. ഹൈദരാബാദിലുള്ള ECIL ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് 1982 ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമുക്ക് അതിലേക്ക് വരാം. An electronic voting machine is a simple electronic device used to record votes in place of ballot papers and boxes which were used earlier in conventional voting system. 1998 വരെ Commission has increasingly used electronic voting machines instead of ballot papers. അപ്പോൾ 1998 മുതലാണ് EVMs ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭയങ്കര കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. 2003 ആണ് സംസ്ഥാനങ്ങളിലുള്ള ജനറൽ ഇലക്ഷനും അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിലുള്ള ബൈ ഇലക്ഷനും EVM യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് 2003 മുതൽ എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ ഇലക്ഷൻസ് എല്ലാം EVM വഴി മാത്രമേ
നടത്താവുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശം വെക്കുന്നുണ്ടായിരുന്നു. അത് വളരെ ഒരു സക്സസ് ആയിരുന്നു. 2003 EVM ഭയങ്കര ഒരു സക്സസ് ആയിട്ട് തന്നെയായിരുന്നു ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇലക്ഷൻ നടത്തുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തൊട്ടടുത്ത വർഷം വന്ന്, അതായത് 2004 ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യ മുഴുവൻ EVM ആക്കി. ബാലറ്റ് പേപ്പറിന് പകരം EVM ആക്കി. Encouraged by this, the commission took a historic decision to use only EVMs for the Lok Sabha election in 2004. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ള, EVMുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേരള റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ആദ്യമായി ഇലക്ഷൻ കമ്മീഷൻ EVM ട്രയൽ ബേസിസിൽ കൊണ്ടുവരുന്നത് നമ്മുടെ നോർത്ത് പറവൂർ മണ്ഡലത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് പറവൂർ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് 1982. അപ്പോൾ അവിടെ ഒരു ട്രയൽ ബേസിസിൽ ഒരു 50ഓളം മണ്ഡലങ്ങളിലായിരുന്നു EVM അന്ന് സ്ഥാപിച്ചത്. അന്നും ഭയങ്കര സക്സസ് ആയിരുന്നു അത്. ഇനി EVMന്റെ മെറിറ്റ്സ്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. നമ്മുടെ ഇൻവാലിഡ് ആയിട്ടും അതേപോലെ തന്നെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള വോട്ട്സ് ഇല്ലാണ്ടാക്കാൻ സാധിച്ചു. ഇനി അതേപോലെ തന്നെ കൗണ്ടിങ് വളരെ സ്പീഡപ്പ് ആക്കാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് ദ പ്രോസസ് ഓഫ് കൗണ്ടിങ് ഓഫ് വോട്ട്സ് മച്ച് ഫാസ്റ്റർ ദാൻ ദ കൺവെൻഷണൽ സിസ്റ്റം. നമുക്കറിയാവുന്ന കാര്യമല്ലേ, ബാലറ്റ് പേപ്പർ എണ്ണണേയും കാട്ടി എന്ത് സ്പീഡായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കംപ്ലീറ്റ് ഡേറ്റ കിട്ടുന്നതാണ്. It reduces to a great extent the quantity of paper used, thus making the process eco-friendly. ഇത്രത്തോളം ബാലറ്റ് പേപ്പറിൻ്റെ അതിന് വേണ്ടിയുള്ള പേപ്പർ അത് വേണ്ടാതായി. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ എലക്ഷൻസ് കുറേ കൂടെ എക്കോ ഫ്രണ്ട്ലി ആയി. അതേപോലെ തന്നെ ഈ പേപ്പറിൻ്റെ കാര്യം പറയുന്ന സമയത്ത് തന്നെ ഒരു കാര്യം കൂടെ, പ്രിൻറ്റിംഗ് കോസ്റ്റ് reduces the cost of printing almost nil, as only one sheet of ballot paper is required for each polling station. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പേപ്പറായിട്ട്, ആ ബാലറ്റ് പേപ്പറായിട്ട് ഒരൊറ്റ വലിയ ബാലറ്റ് പേപ്പറിൻ്റെ ആവശ്യമല്ലേ വരുന്നുള്ളൂ. അല്ലാണ്ട് നമ്മുടെ വോട്ടൊന്നും നമ്മൾ പേപ്പറിലല്ലല്ലോ ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു മെഷീനിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ EVMന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ EVMനെ കുറിച്ച് നമ്മുടെ SCERT ടെക്സ്റ്റിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതും കൂടെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. General election in India is the largest democratic process in the world. Electronic voting machine is the system executed by the Election Commission of India to ensure transparency in the process of election and to prevent election crimes. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രത്തോളം വോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വോട്ടേഴ്സിനെല്ലാം ഈ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരു എലക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതിന് കുറേ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാൽ പ്രാക്ടീസസും ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നത്. അങ്ങനെ ഇലക്ഷൻ ക്രൈംസ് പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വാസ് ഫസ്റ്റ് എക്സ്പെരിമെന്റഡ് ഇൻ ദ ബൈ ഇലക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 1988 നമ്മുടെ കേരളത്തിലുള്ള നോർത്ത് പറവൂർ മണ്ഡലത്തിലെ ബൈ ഇലക്ഷനിലാണ് ആദ്യമായിട്ട് EVM ഒരു ഇലക്ഷന് ഉപയോഗിച്ച് തുടങ്ങിയത്. EVM was used in all the 543 constituencies in the parliament elections in 2004. ഇപ്പോൾ 2004 വരുന്നതിന് മുന്നേ തൊട്ട് മുന്നത്തെ വർഷം 2003 എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനറൽ ഇലക്ഷനും ബൈ ഇലക്ഷനും EVM വഴിയായിരുന്നു നടത്തിയത്. അപ്പോൾ അത് വലിയൊരു സക്സസ്ഫുൾ ആയത് കൊണ്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തൊട്ടടുത്ത വർഷം 2004 ലോക്സഭാ ഇലക്ഷനിലും EVM ആക്കി. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ EVMന്റെ അകത്ത് മെയിനായിട്ട് 2 യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോ, കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുമാണ് മെയിൻ ആയിട്ടുള്ള 2 ഭാഗങ്ങൾ. കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും. ഇപ്പോൾ നിലവിൽ അതിൻ്റെ കൂടെ ഒരു ഭാഗവും കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് VVPATും കൂടെ വെക്കും. VVPAT അത് നമ്മൾ VVPAT ഒക്കെ നമ്മൾ ഇലക്ഷന് പോകുന്നതുകൊണ്ട് നമ്മൾ സൈഡിൽ കാണുന്ന സാധനം തന്നെ. നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏതൊരു ഒരു സ്ലിപ്പ് സൈഡിൽ കൂടെ ഇങ്ങനെ റോൾ ചെയ്ത് പോകത്തില്ലേ, ഒരു ഏത് പാർട്ടി ആളുടെ പേര് സിമ്പൽ ചേരുന്ന ഒരു സ്ലിപ്പ് ഇങ്ങനെ റോൾ ചെയ്ത് പോകില്ലേ, ആ ഒരു സാധനത്തിനെയാണ് VVPAT എന്ന് പറയുന്നത്. നമ്മൾ ഏത് വ്യക്തിക്കാണോ വോട്ട് നൽകിയത് ആ വ്യക്തിക്ക് തന്നെയാണ് വോട്ട് ലഭിച്ചത് എന്ന് ഉറപ്പാക്കാനും കൂടെ വേണ്ടിയുള്ള ഒരു കാര്യമാണ് VVPAT എന്ന് പറയുന്നത്. അപ്പോൾ VVPATും കൂടെ നമ്മുടെ ഈ EVMൽ അറ്റാച്ച് ചെയ്താണ് ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻസ് നടത്തുന്നത്. VVPATന്റെ ഫുൾ ഫോം വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. is also included to ensure transparency. Electronic voting machines help to speed up the election process, timely declaration of results and reduce election cost. അപ്പോൾ ഈ VVPATന്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ഷൻ ഡിസ്പ്യൂട്ടും കാര്യങ്ങളും വരുന്ന സമയത്ത് കൗണ്ടിങ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി VVPATും കൂടെ രണ്ടാമത് എണ്ണാനൊക്കെ സാധ്യതയുണ്ട്. രണ്ടാമത് എണ്ണിപ്പിച്ചിട്ടൊക്കെയുണ്ട്. അത് കോമൺ അല്ല. ഇതേപോലെ ഡിസ്പ്യൂട്ട് വരുന്ന സാഹചര്യത്തിൽ VVPATും കൂടെ എണ്ണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടും സെയിം ആവാനല്ലേ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ നമുക്കൊരു സെക്കൻഡ് ഡിസിഷനും കൂടെയാണ് നമ്മുടെ VVPAT എന്ന് പറയുന്ന സാധനം.
ഇനി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയാം. നമ്മൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഇതിന് മുന്നേ ഉള്ള പാർട്സുകളിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇനി അടുത്ത സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള, അതായത് നമ്മുടെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കുമുള്ള ഇലക്ഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിന് ആരാണ് അധികാരം നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾസ് ആണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇതിനൊക്കെ ഉള്ള അധികാരം നൽകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെയും പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കുമുള്ള ഇലക്ഷൻ നടത്താനുള്ള അധികാരം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 243Kയും ആർട്ടിക്കിൾ 243ZAയും. ഇതിൽ ആർട്ടിക്കിൾ 243K ആണ് പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ച് പറയുന്നതും, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 243ZA ആണ് മുനിസിപ്പാലിറ്റികളിലേക്കുള്ള ഇലക്ഷൻ നടത്താനുള്ള അധികാരം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 243K1 ഓഫ് ദ ഗവർണർ അപ്പോയിന്റ്സ് ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. ഇപ്പം നമ്മുടെ ഗവർണറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിലുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്മാരെയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർമാരായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 243K സബ്സെക്ഷൻ 1 ആണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് പോലും ഇല്ല. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആ ഒരു സംസ്ഥാനത്തെ ഗവർണർക്ക് പോലും ഇല്ല. പിന്നെ പകരം ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണറിനെ അദ്ദേഹത്തിന്റെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഒരു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൽ എത്ര പേരാണുള്ളത്? ഒരേ ഒരാൾ മാത്രം, അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമാണുള്ളത്. നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ 3 പേരുണ്ട്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമുണ്ട്, ഇലക്ഷൻ കമ്മീഷണേഴ്സുമുണ്ട്. അതായത് 3 പേരടങ്ങുന്ന ഒരു കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പക്ഷേ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് വരുമ്പോൾ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിന് ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് റെസിഗ്നേഷൻ നൽകണമെങ്കിൽ അദ്ദേഹം റെസിഗ്നേഷൻ സമർപ്പിക്കേണ്ടത് ആരുടെ മുൻപാകെയാണ്? ഗവർണറിന്റെ മുൻപാകെയാണ്. റിമൂവ് ചെയ്യാനുള്ള അധികാരമാണ് ഇന്ത്യൻ പ്രസിഡന്റിന്, അത് ഗവർണർക്ക് പോലുമില്ല. പക്ഷേ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴും ആരോടാണ്? അപ്പോയിന്റിംഗ് അതോറിറ്റിക്കാണ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അപ്പം അതുകൊണ്ട് തന്നെ റെസിഗ്നേഷൻ സമർപ്പിക്കുന്നതും ഗവർണറിനാണ്. ഇനി ഇവരുടെ ടേം എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഏതാണോ ആദ്യം ആ ഒരു സമയത്ത് ഇവരെ മാറ്റുന്നതാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഏതാണോ ആദ്യം ആ ഒരു സമയത്ത് ഇവരുടെ മാറ്റുന്നതാണ്. നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ഹൈക്കോടതി ജഡ്ജിന്റെ സ്റ്റാറ്റസും സാലറിയും അലവൻസുകളുമാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറാണ് സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ് സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഓർത്തു വെച്ചോളുക, ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മെമ്പർ അല്ല, ചെയർപേഴ്സൺ. സംസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. ഇത് രണ്ടിലും നമ്മുടെ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. പക്ഷേ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷനിലാണെങ്കിൽ ഇദ്ദേഹം ചെയർപേഴ്സൺ ആണ്. അതേപോലെ തന്നെ സെൻട്രൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലാണെങ്കിൽ അദ്ദേഹം ചെയർപേഴ്സൺ അല്ല, മെമ്പറാണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതേ. അപ്പോൾ നമ്മുടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്താണെന്ന് നമുക്കറിയാം. ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് കാലക്രമേണ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസിന് തിരിക്കുന്നത്. അതായത് പോപ്പുലേഷൻ കൂടുന്ന അനുസരിച്ച് നിലവിലുള്ള പോപ്പുലേഷനിൽ മാറ്റം വരുമല്ലോ. അപ്പോൾ ആ മാറ്റം വരുന്ന സമയത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ ആയിരിക്കണമെന്നില്ല ആ പോപ്പുലേഷൻ്റെ ഇൻക്രീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഏകദേശം ഈക്വൽ പോപ്പുലേഷൻ വരണം എന്നുള്ള ഉദ്ദേശത്തോടെ പുതിയ സെൻസസിൻ്റെ ഡേറ്റയുടെ ബേസിസിൽ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ഏരിയ തിരിക്കുന്ന പ്രോസസ്സാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഡീലിമിറ്റേഷൻ ചെയ്യുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ ആക്ടിൻ്റെ ബേസിസിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ്, അതായത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ഏരിയാസും ബൗണ്ടറീസും തീരുമാനിക്കുന്നതാണ് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ.
which is constituted periodically to determine the constituencies of wards in municipalities, municipal corporations and panchayats within the state. ഇനി നമ്മുടെ സംസ്ഥാന നിയമസഭയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇതുമായി എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ സംസ്ഥാന നിയമസഭ നിർമ്മിക്കുന്ന നിയമങ്ങളുടെ ബേസിസിലാണ് നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറിനെ ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസും മറ്റ് കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നതും. നമുക്കൊന്ന് നോക്കാം. Subject to the provisions of any law made by the state legislature, the conditions of service and tenure of office of state election commission shall be determined by the governor through law. അതായത് ഈ ഒരു നിയമത്തിന്റെ ബേസിസിലാണ് ഗവർണർ ഇദ്ദേഹത്തിന്റെ സാലറിയും അലവൻസുകളും സർവീസും ടെനറും എല്ലാം തീരുമാനിക്കുന്നത്, അല്ലാണ്ട് ഗവർണറിന്റെ ഡിസ്ക്രിഷൻ വെച്ചിട്ടല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കേന്ദ്രത്തിനുമല്ല അല്ലെങ്കിൽ പാർലമെന്റിനുമല്ല, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ്. മാറിപ്പോകരുത് ഈ കാര്യങ്ങളൊന്നും. ഇനി ആർട്ടിക്കിൾ 243 എന്താണ് എന്ന് പറയാം. ഈ 243 എന്താണ് എന്ന് ഒറ്റ വരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ്? പഞ്ചായത്തുകളിലേക്കുള്ള എലക്ഷൻ നടത്താനുള്ള അധികാരം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് 243 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. The superintendence, direction and control of preparation of electoral rolls for and the conduct of all elections to the panchayat shall be vested in a state election commission consisting of a state election commissioner appointed by the governor. ഞാൻ ഈ 2 വരിയിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? നമ്മുടെ ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ അടങ്ങുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് പഞ്ചായത്തുകളിലേക്കുള്ള ഇലക്ഷനുള്ള മുഴുവൻ മേൽനോട്ടവും അധികാരവും വരുന്നത്. അതേപോലെ തന്നെ ഈ പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള അധികാരവും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്തത്, State Election Commissioner shall be removed from office only in the same manner and on the same grounds as a judge of High Court. അപ്പോൾ നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെയേറെ അധികാരമുള്ള ഒരു കമ്മീഷനാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു, ഒരിക്കലും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെയോ ഫംഗ്ഷൻ ചെയ്യുന്നതല്ല. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ഇസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്. ധാരാളം കേസുകളൊക്കെ വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വരെ വന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണെന്ന്. അപ്പോൾ നമ്മുടെ ഒരു ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ സാലറിയും അലവൻസുകളും സ്റ്റാറ്റസുമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിന് കിട്ടുന്നത്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു ഹൈക്കോർട്ട് ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് വഴി മാത്രമേ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെയും റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആർക്കേ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഗവർണറിന് പറ്റുമോ? ഇല്ല, പ്രസിഡന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. The conditions of service of state election commissioner shall not be varied to their disadvantage after appointment. അപ്പോയിൻമെന്റിന് ശേഷം അവരുടെ ശമ്പളമോ ആനുകൂല്യങ്ങളോ മറ്റ് സർവീസ് കാര്യങ്ങളോ ഒന്നും അവർക്ക് ഡിസഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. അപ്പോയിൻമെന്റ് ചെയ്തതിന് ശേഷം സാധിക്കുകയില്ല. കാരണം ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അതോറിറ്റി ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതേപോലെ തന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്താൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ആവശ്യത്തിന് വേണ്ട സ്റ്റാഫുകളെ ഗവർണർ നൽകണം. നമുക്ക് എന്താണെന്ന് നോക്കാം. When requested by the State Election Commission, the State Governor shall provide the State Election Commission with such staff as is necessary for the performance of its functions. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും സ്വന്തമായിട്ട് സ്റ്റാഫുകളില്ല. അതായത് ഇലക്ഷൻ എന്ന് പറയുന്നത് 5 വർഷത്തിൽ ഒരിക്കൽ വരുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രത്തോളം പെർമനൻറ്റ് സ്റ്റാഫിൻ്റെ ആവശ്യം ആ ഒരു കമ്മീഷന് വരുന്നില്ല. പക്ഷേ ഇലക്ഷൻ്റെ സമയത്ത് ധാരാളം ബൂത്തുകളുണ്ട്, ബൂത്തിൽ തന്നെ ധാരാളം ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടിയും ധാരാളം ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ആ ഒരു സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് ധാരാളം ഓഫീസേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് മറ്റ് ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ആൾക്കാരെ
ഗവർണറിന് ഈ ഒരു ജോലിയിലേക്ക് അലോക്കേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. Subject to the provisions of this constitution, the state legislature may by law make provisions with respect to all matters relating to the elections to the panchayat. അപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം എന്ന് പറയുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഈ അധികാരങ്ങൾ വരുന്നത് നിയമസഭ പാസ്സാക്കുന്ന ഒരു നിയമം വഴിയാണ്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസ്ഥാന നിയമസഭ നിർമ്മിക്കുന്ന നിയമം വഴി, നിയമത്തിലൂടെ അല്ലെങ്കിൽ നിയമത്തിൽ പറയുന്നത് എങ്ങനെയാണോ അതേപോലെയാണ്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സെൻട്രൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ, അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മെമ്പറാണ്. അവിടെ പറഞ്ഞു ചെയർപേഴ്സൺ ആണ്. നമ്മുടെ സെൻട്രൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹം അതിൻ്റെ ഒരു മെമ്പറാണ്. നമ്മുടെ സെൻട്രൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സ്ഥാപിതമാവുന്നത് 2002 ഡീലിമിറ്റേഷൻ ആക്ടിന്റെ ബേസിസിലാണ്. 2002 ഡീലിമിറ്റേഷൻ ആക്ടിന്റെ ബേസിസിലാണ്. അപ്പോൾ ഈ 2002 ഡീലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്നത് വരുന്നത് തന്നെ 2001 സെൻസസിന്റെ ബേസിസിലാണ്. നമുക്കറിയാം 10 വർഷം കൂടുന്ന സമയത്താണ് സെൻസസ് വരുന്നത്. ഇപ്പോൾ മാത്രമാണോ അങ്ങനെ ഈ കോവിഡിന്റെ സമയത്ത് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരാത്തത്. അല്ല എങ്കിൽ 10 വർഷം കൂടുന്ന സമയത്താണ് സെൻസസ് വരുന്നത്. ഈ 2001 സെൻസസിന്റെ ബേസിസിലാണ് 2002 ഡീലിമിറ്റേഷൻ ആക്ട് പാസ്സാവുന്നതും ആ ആക്ടിന്റെ ബേസിസിലാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഇതിന് മുന്നേ ഡീലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് 1971 സെൻസസിന്റെ ഡേറ്റയുടെ ബേസിസിൽ 1971 സെൻസസിന്റെ ബേസിസിലാണ് ഇതിന് മുന്നേ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അറിയാലോ, കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ ഏരിയ പുനഃപരിശോധിക്കുക, പുനഃക്രമീകരിക്കുക, ഈ കാര്യങ്ങളാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243 തൊട്ട് മുന്നേ പറഞ്ഞ 243 എന്ന് പറയുന്നത് പഞ്ചായത്തുകളിലേക്കുള്ള ഇലക്ഷനെ പറ്റിയാണ് പറയുന്നത് എങ്കിൽ ഇവിടെ അതായത് 243 മുനിസിപ്പാലിറ്റികളിലേക്കുള്ള ഇലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 243 പ്രകാരം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് മുനിസിപ്പാലിറ്റികളിലേക്കുള്ള ഇലക്ഷന്റെ എല്ലാ അധികാരങ്ങളും. അതേപോലെ തന്നെ ഈ മുനിസിപ്പാലിറ്റികളിലേക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഇതേ ആർട്ടിക്കിളിന്റെ പവറോടെയാണ്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, the state legislature may by law make provisions with respect to all matters relating to elections to municipalities. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിന്റെ ബേസിസിൽ സംസ്ഥാന നിയമസഭ നിർമ്മിക്കുന്ന നിയമത്തിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ മുനിസിപ്പാലിറ്റികളിലേക്കുള്ള ഇലക്ഷന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അമെൻമെന്റ്സ് ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അമെൻമെന്റ്സ് ആണ് കേട്ടോ. ഈ നമ്മുടെ ലോക്കൽ സെൽഫ് ബോഡീസുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അമെൻമെന്റ്സ് ആണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയും 74-ാം ഭരണഘടനാ ഭേദഗതിയും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 1992 തന്നെയാണ് 73-ാം ഭരണഘടനാ ഭേദഗതിയും 74-ാം ഭരണഘടനാ ഭേദഗതിയും വരുന്നത്. അപ്പോൾ ഈ 2 ഭേദഗതികളാണ് ഈ ആർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ 73-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് 243 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ 243 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. 73-ാം ഭരണഘടനാ ഭേദഗതിയും 74-ാം ഭരണഘടനാ ഭേദഗതികളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് ആണ്. 74-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നഗരപാലിക ആക്ട് അല്ല എങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് എന്ന് പറയും. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് കാര്യം ഒന്ന് നമുക്ക് വായിച്ചിട്ട് പോകാം. Apart from the Central Election Commission, there are state level election commissions in each state. Election commissions came into existence in the states through 73 and 74-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു,
ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമാവുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഏതാണ്? 73ഉം 74ഉമാണ്. These are formed in accordance with articles 243 and 243 ഈ രണ്ട് ആർട്ടിക്കിൾസിൻ്റെ ബേസിസിലാണ് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും, അതായത് സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് എക്സിക്യൂട്ട് ദ ഡ്യൂട്ടീസ് ലൈക്ക് പ്രിപ്പറേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, ഇലക്ഷൻ നടത്തുന്നത്, ഇലക്ഷൻ്റെ കൺട്രോള്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. കമ്മീഷൻ ഓൾസോ ഡിസൈഡ്സ് ദ റിസർവേഷൻ ഓഫ് സീറ്റ്സ്. ഈ ഒരു കാര്യം കൂടെ ഇത് ഇതുവരെ പറയാത്ത കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അകത്തും സീറ്റ് റിസർവേഷൻ ഇല്ലേ? ഇപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം പല വാർഡുകളും സ്ത്രീകളുടെ വാർഡുകളാണ്. അപ്പോൾ അതെല്ലാം ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാ? അതായത് ഏതൊക്കെ വാർഡുകൾക്കാണ് സ്ത്രീകൾക്ക് റിസർവേഷൻ നൽകുന്നത്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത്, നിയമസഭയിലേക്കുള്ള അല്ല. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 ഡിസംബർ 3 ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. പല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഇതുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലും ഓരോ സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് ഇതായിട്ട് ഇതിനു മുന്നേ പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന്, പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമുള്ള ഇലക്ഷൻ നടത്തുക, അതിൻ്റെ മേൽനോട്ടം വഹിക്കുക, ഇവിടങ്ങളിലേക്കുള്ള, അതായത് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമുള്ള ഇലക്ഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക, അല്ലെങ്കിൽ ഇലക്ടറൽ റോള് തയ്യാറാക്കുക. Conduct the elections to the 3 tier panchayats and municipal corporations, local self-government institutions. Prepare the necessary voters list for local self-government elections. ഈ വോട്ടേഴ്സ് ലിസ്റ്റും ഇതേ കമ്മീഷൻ തന്നെയാണ് തയ്യാറാക്കുന്നത്, അല്ലാതെ സംസ്ഥാന സർക്കാരൊന്നും അല്ല കേട്ടോ, ഓർത്തിരിക്കുക. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷേ ഇവരുടെ ഇൻഡിപെൻഡൻസിനെ പറ്റിയും ഇവരുടെ അതോറിറ്റിനെയും പറ്റി കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണേഴ്സ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാര പരിധിയിലാണ് വരുന്നത് എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് റിക്വയർഡ് ടു അപ്പോയിന്റ് എ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ who would be responsible for conducting elections to the Panchayat Raj institutions. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. Earlier this task was performed by the state administration which was under the control of state government. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞു 1992 73-ാം ഭരണഘടനാ ഭേദഗതിയിലും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ വന്നത് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതേ സംസ്ഥാനങ്ങളിൽ ഇതിന് മുന്നേ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നില്ലായിരുന്നോ? അതിന് മുന്നേയും ഈ കൗൺസിലറും വാർഡ് മെമ്പറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഇലക്ഷൻ ആരാ നടത്തിയിരുന്നത്? ആ സമയത്ത് ഇലക്ഷൻ നടത്തിയിരുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നു. ഈ 73-ാം ഭരണഘടനാ ഭേദഗതിയും 74-ാം ഭരണഘടനാ ഭേദഗതിയും നിലവിൽ വന്നതിന് ശേഷമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വരുന്നതും ആ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ ഈ ഇലക്ഷൻസ് നടത്താൻ തുടങ്ങിയത്. Now the office of State Election Commissioner is autonomous like the Election Commissioner of India. ഇപ്പോൾ നിലവിൽ ഈ ഇലക്ഷൻ നടത്തുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസാണ്. അതായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയും ഉദ്യോഗസ്ഥനൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതല്ല. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഇലക്ഷൻ പീരീഡ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ഒരു പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം. നമ്മൾ പറഞ്ഞായിരുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസറിൻ്റെ കാര്യവും ഇതേപോലെയാണ്. ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ ഒരു വ്യക്തിനെ ചീഫ് ഇലക്ടറൽ ഓഫീസറായി അപ്പോയിന്റ് ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല വർക്ക് ചെയ്യുന്നത്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലുള്ള ഒരു എംപ്ലോയർ ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു വ്യക്തിയെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നീട് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ കേൾക്കണ്ട, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. However, the State Election Commissioner is an independent officer and is not linked to nor is the officer under the control of the Election Commission of India. വേറെ ഒന്നുമല്ല,
ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരിയാണ്, അല്ലാണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല. ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോഡിയാണ് കേട്ടോ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനും രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോഡിയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഒരിക്കലും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല, ഓർത്ത് വെച്ചോളുക. ഇനി നമ്മുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ സുകുമാർ സെന്നിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹമാണ് ഇപ്പം നമുക്ക് ആദ്യത്തെ നമ്മൾ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്, സുകുമാർ സെൻ, അതേപോലെ തന്നെ VS രമാദേവി, TN ശേഷൻ, അതേപോലെ ഇപ്പോൾ നിലവിലുള്ള ജ്ഞാനേഷ് കുമാർ സിംഗ്. അപ്പോൾ ഇവരെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ Election Commission has an important role in forming a democratic government in a richly diverse and highly populated country like India. There were several sections in our society that were marginalized on the basis of social, economic and gender inequalities. The Election Commission has performed the duty of laying the strong political foundation of Indian democracy by making these sections of people participate in the process of election. This constitutional institution makes democracy stronger and meaningful through transparent and fair conduct of elections at various levels in the country. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം, ഏറ്റവും വലിയ ശക്തമായ ജനാധിപത്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഭരിക്കപ്പെടുന്ന ഒരു ജനാധിപത്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ ഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ്. പല തട്ടിലുള്ള പല രീതികൾ, പല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പല ഭാഷ സംസാരിക്കുന്നവർ, പല മതത്തിൽ വിശ്വസിക്കുന്നവർ, അപ്പം അങ്ങനെ പല ജാതിയിൽപ്പെടുന്നവർ, അപ്പം അങ്ങനെ പല ഡൈവേഴ്സിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഡൈവേഴ്സിഫിക്കേഷൻസ് ഒന്നും കണക്കാക്കാതെ എല്ലാവരെയും ഈക്വലായിട്ട് വോട്ടിംഗ് റൈറ്റ്സ് നൽകി എലക്ഷൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അല്ല എങ്കിൽ നമുക്ക് വേറൊരു തരത്തിലും ഡിഫൈൻ ചെയ്യാം. നമ്മുടെ ഈ രാജ്യം ഏറ്റവും നല്ല ഒരു ജനാധിപത്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യം, ജനങ്ങളാണ് പരമാധികാരി എന്നതാണ് ജനാധിപത്യം. ഈ ജനങ്ങൾ പരമാധികാരി ആവുന്നത് ഏതിലൂടെയാണ്? എലക്ഷനിലൂടെയാണ്. ഫ്രീ, ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് എലക്ഷൻസിൽ കൂടെയാണ് ജനങ്ങൾ ആധിപത്യം നേടുന്നത്. അപ്പോൾ അത് നടത്തുന്നത് ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിനെ ഡീപ്പൺ ചെയ്യുന്നതും സ്ട്രെങ്തൺ ചെയ്യുന്നതും നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. 1993 ഡിസംബർ 3 സ്ഥാപിതമാവുന്നത്. നമ്മുടെ K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമാവുന്നത്. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ, ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഡേറ്റ. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ MSK രാമസ്വാമി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പക്ഷേ കുറച്ച് കാലം മാത്രമേ അദ്ദേഹത്തിന് സെർവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ എന്നോ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് കാലം സെർവ് ചെയ്ത ഇലക്ഷൻ കമ്മീഷണർ എന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഉത്തരം MSK രാമസ്വാമിയാണ്. ഇനി നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർമാരുടെ ഒരു ലിസ്റ്റാണ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരും അവരുടെ ഒരു ടേംസുമാണ് ഇവിടെ, അവരുടെ ഒരു ടെനറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടെനർ കാണാതെ പഠിക്കണമെന്നില്ല. ടെനർ അങ്ങനെ ചോദിച്ച് കാണുന്നത് കുറവാണ്. അപ്പോൾ ആദ്യത്തെ ആളുടെയും അതേപോലെ തന്നെ അവസാനത്തെ ആളുടെയും ടെനർ നോക്കി വെക്കുക. ബാക്കിയുള്ളവരുടെ ടെനർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാലഘട്ടം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആൾക്കാരുടെ പേര് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആവാത്ത വ്യക്തി? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ തരും. MSK രാമസ്വാമി, MS ജോസഫ്, N മോഹൻദാസ്, P കമൽകുട്ടി, K ശശിധരൻ നായർ, V ഭാസ്കരൻ, A ഷാജഹാൻ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് MSK രാമസ്വാമി, അതേപോലെ തന്നെ നിലവിലുള്ള ഇലക്ഷൻ കമ്മീഷണറുമാണ്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുമാണ്. അപ്പോൾ ആൾക്കാരുടെ പേര് എന്തായാലും ഓർത്തിരിക്കുക, അതേപോലെ തന്നെ ഈ ഓർഡറിലും ഓർത്തിരിക്കുക. ചില സമയത്ത് ക്രോണോളജി ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി നമ്മുടെ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഒരു പോർട്ടലുണ്ട്, ജനഹിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പാലിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാം ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർട്ടലാണ് ജനഹിതം എന്ന് പറയുന്ന. പോർട്ടൽസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പറയുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ മാത്രമല്ല, കേരളത്തിൽ ധാരാളം പല കമ്മീഷൻസും നടത്തുന്ന പല പോർട്ടലുകളുണ്ട്. ആ പോർട്ടലുകൾ, ആപ്പുകൾ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
ഫേവറേറ്റ് സാധനങ്ങളാണ് ഇപ്പോൾ അതൊക്കെ PSCയുടെ. ഇനി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു 2, 3, 4 ഒരു 4ഓളം നിയമങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ആക്റ്റാണ് 1950 വന്ന റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് വരുന്നുണ്ട്. അതിനുശേഷം 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് വരുന്നുണ്ട്. പക്ഷേ ഈ രണ്ടാമത് വരുന്ന നിയമത്തിൻ്റെ അകത്ത് ധാരാളം പ്രൊവിഷൻസ് വരുന്നുണ്ട്. പക്ഷേ 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ അകത്ത് നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. ലോക്സഭയിലേക്കും, അതായത് ഹൗസ് ഓഫ് പീപ്പിൾ, ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലേക്കുമുള്ള സീറ്റിൻ്റെ അലൊക്കേഷനെ കുറിച്ചാണ് 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ പറയുന്നത്. എനാക്റ്റഡ് ടു പ്രൊവൈഡ് ഫോർ ദ അലൊക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ ഹൗസ് ഓഫ് പീപ്പിൾ, അതായത് ലോക്സഭ, ആൻഡ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഓഫ് സ്റ്റേറ്റ്സ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഒന്നും എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല, കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. കർണാടക. അപ്പോൾ അത് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡ് പറയാം. ഇതിൽ ജെ അങ്ങ് വിട്ടേക്കാം. KUMBJAT. കർണാടക, UP, മഹാരാഷ്ട്ര, ബീഹാർ, ആന്ധ്ര, തെലങ്കാന. ഇത്രയും സംസ്ഥാനങ്ങളിൽ മാത്രമേ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് നിലവിലുള്ളൂ. പണ്ട് ജമ്മു കാശ്മീരിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ജമ്മു എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറി അല്ലേ, അപ്പോൾ അവിടെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. ബാക്കി ഇത്രയും സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും അതേപോലെ തന്നെ ലോക്സഭകളിലേക്കുമുള്ള സീറ്റിൻ്റെ അലൊക്കേഷനെ കുറിച്ച് പറയുന്നതാണ് 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഇനി അടുത്തത് 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഏകദേശം ഒരു 90% കാര്യങ്ങളും പറയുന്ന നിയമം എന്ന് പറയുന്നത് 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ MP-മാരുടെയും MLA-മാരുടെയും ക്വാളിഫിക്കേഷൻസും ഡിസ്ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചാണ്. ഡീൽസ് വിത്ത് ദ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ദ പ്രൊസീജിയർ ഫോർ ഹോൾഡിംഗ് ജനറൽ ഇലക്ഷൻസ്, ദ രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, disputes relating to elections and various provisions relating to elections. അപ്പോൾ നമ്മളെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇതിന് മുന്നേ എടുത്ത 2 പാർട്ടുകളിലും ഈ ഒരു നിയമത്തിനെ പറ്റി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിൻ്റെ ക്ലാസ്സിലും നമ്മുടെ കൂറുമാറ്റ നിരോധന നിയമത്തിനകത്തും ഇതേ ആക്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന MP-മാർ അതേപോലെ തന്നെ MLA-മാരുടെ ക്വാളിഫിക്കേഷൻസ്, ഡിസ്ക്വാളിഫിക്കേഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ രജിസ്ട്രേഷൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്പ്യൂട്ട്സ്, എലക്ഷനുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സ്. അതേപോലെ തന്നെ എലക്ഷനുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് സെക്ഷൻ 135A എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 135Aക്കകത്ത് നമ്മുടെ ബൂത്ത് ക്യാപ്ചറിംഗ് ഇല്ലേ, ബൂത്ത് പിടിച്ചെടുക്കുന്നത്, അപ്പോൾ അതിനെ പറ്റിയാണ് പറയുന്നത്. ഈ ബൂത്ത് പിടിച്ചെടുക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി പറയുന്ന ഒരു സെക്ഷനാണ് ആർട്ടിക്കിൾ 135A എന്ന് പറയുന്നത്. 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന ഒരു നിയമമാണ് ഒരു തെറ്റാണ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് ബൂത്ത് ക്യാപ്ചറിംഗ് എന്ന് പറയുന്ന സെക്ഷനാണ് ആർട്ടിക്കിൾ 135A ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951. ഇനി അടുത്തതാണ് ഡീലിമിറ്റേഷൻ ആക്ട് 2002. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ ചേഞ്ച് അനുസരിച്ചല്ല, മെയിൻലി പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസിൽ വരുന്ന പോപ്പുലേഷനിൽ മാറ്റം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ പോപ്പുലേഷൻ ഈക്വൽ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ഏരിയാസ് ചേഞ്ച് ചെയ്യുക, അതിൻ്റെ ബൗണ്ടറീസ് ചേഞ്ച് ചെയ്യുക, ഈ ഒരു എക്സസൈസിനെയാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 2002 ഡീലിമിറ്റേഷൻ ആക്ട് നിലവിൽ വരുന്നു. അപ്പോൾ ഈ ഒരു ആക്ട് നിലവിൽ വരുന്നതിന് മുന്നേ വരെ 1971 സെൻസസ് പ്രകാരമായിരുന്നു കോൺസ്റ്റിറ്റ്യുവൻസീസ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം 2001 സെൻസസ്, ഇപ്പോൾ 2002 ഈ കേസ് പറയുന്ന സമയത്ത് 2001 സെൻസസിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ 2001 സെൻസസിൻ്റെ ബേസിസിലാണ് 2002 ഡീലിമിറ്റേഷൻ ആക്ട് വരുന്നത്. ഈ ഒരു ആക്ടിൻ്റെ ബേസിസിലാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2002 നിലവിൽ വരുന്നത്.
The previous delimitation of parliamentary and assembly constituencies was based on the 1971 census. The change in the population of country makes a difference in the size of electoral constituencies. Therefore, the Delimitation Act 2002 was enacted to constitute a delimitation commission to correct the aforesaid variation in the size of electoral constituencies on the basis of 2001 census. 2001 സെൻസസിൻ്റെ ഡേറ്റയുടെ ബേസിസിലാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ വരെ 1971 സെൻസസ് ആണ്. ഏകദേശം 30 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ അത്രത്തോളം പോപ്പുലേഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തതാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഒരുപക്ഷെ രാഷ്ട്രീയക്കാരുടെയൊക്കെ പേടി സ്വപ്നം എന്ന് പറയാൻ പറ്റുന്ന ഒരു നിയമമാണ് ഈ കൂറുമാറ്റ നിരോധന നിയമം. 1985 കൊണ്ടുവരുന്നതാണ്. രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ മരണത്തിന് ശേഷം 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ മറ്റ് പാർട്ടികളിലേക്കൊക്കെ ചേക്കേറാൻ തുടങ്ങി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് മരിക്കുന്ന സമയത്ത് ഈ പറയുന്ന മറ്റ് പാർട്ടികളിലേക്ക് ആ പാർട്ടിയിലുള്ള ആൾക്കാർ പോകുന്നതൊരു കോമൺ രീതിയായിരുന്നു അന്ന് കാലങ്ങളിൽ. ഈ പാർട്ടിയിൽ മാത്രമല്ല എല്ലാ പാർട്ടികളിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് നിർത്തലാക്കാൻ വേണ്ടി ആ ഒരു കാര്യം നിർത്തലാക്കാൻ വേണ്ടി രാജീവ് ഗാന്ധിയുടെ സമയത്ത് കൊണ്ടുവന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാലും ഇതേ അവസ്ഥ തന്നെ. ഒരേ ആൾ തന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്, അടുത്ത ടേമിൽ കോൺഗ്രസ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്, വീണ്ടും കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ ഒരു നിർത്തൽ കൊണ്ടുവന്നത് നിയമമാണ് കൂറുമാറ്റ നിരോധന നിയമം, ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ക്രക്സ് ഞാൻ പറയുവാണ് എങ്കിൽ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാനറിൽ നിന്ന് ജയിച്ച് MP-യോ അല്ലെങ്കിൽ MLA-യോ ആയ വ്യക്തി ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറി വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നതും, അതേപോലെ തന്നെ ഈ ജയിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നതും തടയാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് കൂറുമാറ്റ നിരോധന നിയമം. The anti-defection law was introduced to prevent a successful person who contested under the banner of a political party from defecting to another political party. For this, changes were made in 4 articles of the Constitution. 101, 102, 190, 191. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആർട്ടിക്കിൾസ്. ഈ ആർട്ടിക്കിൾസിലാണ് നമ്മുടെ ആൻറ്റി ഡിഫെക്ഷൻ ലോ മാറ്റം കൊണ്ടുവന്നത്. അതേപോലെ തന്നെ പുതുതായിട്ടൊരു ഷെഡ്യൂളായി 10ാമത്തെ ഷെഡ്യൂൾ. ഈ 10ാമത്തെ ഷെഡ്യൂൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ആൻറ്റി ഡിഫെക്ഷൻ ലോവിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് 10ാമത്തെ ഷെഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഇതും ഈ 10ാമത്തെ ഷെഡ്യൂളും ആൻറ്റി ഡിഫെക്ഷൻ ലോ അതുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ് ഇതെല്ലാം ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 1985 എന്ന് പറയുന്ന വർഷം ആ ഒരു സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, രാജീവ് ഗാന്ധി. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നന്നായി പഠിക്കുക. താങ്ക്